നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമാകുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അത് കാലത്തെ കുറ്റപ്പെടുത്തുന്നതാണ്. ഈ കാലം ശരിയില്ല. നമ്മൾ ജീവിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. ആ പഴയ കാലമായിരുന്നു നല്ലത്. പണ്ടത്തെ ആളുകൾ എത്ര നല്ലവരായിരുന്നു. പണ്ട് രോഗങ്ങളില്ല, പണ്ട് പ്രശ്നങ്ങളില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഈ കാലഘട്ടത്തെ കുറ്റപ്പെടുത്തുന്നവർ അവർ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഗഹനമായൊരു പഠനം നടത്തിയാൽ മനസ്സിലാകും, പഴയ കാലഘട്ടത്തിനേക്കാളും എത്രയോ നല്ലൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലഘട്ടത്തിൽ അടിമത്തം ഉണ്ടായിരുന്നു, ഇന്നതുണ്ടോ? പഴയ കാലഘട്ടത്തിൽ യുദ്ധങ്ങളുടെ കലവറയായിരുന്നു, എവിടെയും യുദ്ധങ്ങളായിരുന്നു. ഇന്നങ്ങനെ യുദ്ധങ്ങളില്ല എന്നല്ല, പക്ഷേ വളരെ കുറവാണ്. കാരണം ജനാധിപത്യ പുരോഗതി വന്ന മനുഷ്യരാണ് കൂടുതലുമുള്ളത്. പഴയ കാലത്ത് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാണ്. മരുന്നില്ല, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇന്നാണെങ്കിൽ എല്ലാത്തിനും ചികിത്സ സൗകര്യമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒന്ന് ഡാറ്റ പരിശോധിച്ചാൽ മനസ്സിലാക്കും, പഴയ കാലത്തേക്കാളും കൂടുതൽ ആയുസ് ദൈർഘ്യം ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ കാലഘട്ടത്തെ കുറ്റം പറയരുത്. പഴയ കാലഘട്ടത്തിനേക്കാളും എന്തുകൊണ്ടും വളരെ നല്ല കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ സതി സമ്പ്രദായം എന്ത് നോക്കിയാലും നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചിരുന്ന ആളുകളൊന്നുമല്ല പഴയ ആളുകൾ. അപ്പം നമ്മൾ പഴയ കാലം നല്ലതായിരുന്നു, ഈ കാലം മോശമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ കാലഘട്ടത്തിലെ അവസരങ്ങളും നമ്മുടെ ഇൻ്റർനെറ്റും മൊബൈലും ഇതൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെയൊക്കെ വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ സംതൃപ്തി നേടുമ്പോഴാണ് നമുക്ക് ഈ ഭയങ്ങളൊക്കെ നമ്മളെ വിട്ടുപോകുന്നതാണ്. നമ്മൾ ന്യൂസുകളൊക്കെ വായിച്ചാൽ ഈ കാലഘട്ടം വളരെ മോശമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും പ്രചരിപ്പിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ പഴയ കാലത്തിലെ പല കാര്യങ്ങളും അറിയാത്തത്. എന്തുകൊണ്ടും ഇന്ന് ജീവിക്കുന്ന ഓരോ മനുഷ്യനും വളരെ ഭാഗ്യവാന്മാരാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.